നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റൈൻ സ്പേസ് ഏജൻസി എസെൻഷ്യൽസ് ഇൻ സ്പേസ് മെഡിസിൻ എന്ന പേരിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. അറേബ്യൻ ഗൾഫ് യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് വേൾഡ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, അസർബൈജാൻ സ്പേസ് ഏജൻസി, സ്പേസ് പാർക്ക് എക്സ് എന്നിവയുമായി സഹകരിച്ചാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. മനുഷ്യന്റെ ആരോഗ്യത്തിൽ ബഹിരാകാശ പരിതസ്ഥിതിയുടെ സ്വാധീനത്തെക്കുറിച്ച് വിപുലമായ അറിവ് നേടുന്നതിനുള്ള ഒരു പ്രധാന ശാസ്ത്രീയ വേദിയായി വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുവെന്ന് BSCAO ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ-ലസേരി പറഞ്ഞു. ബഹിരാകാശ വൈദ്യശാസ്ത്രത്തിന്റെ ചലനാത്മകവും സുപ്രധാനവുമായ മേഖലയിൽ ദേശീയവും പ്രാദേശികവുമായ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ സംരംഭം സംഭാവന ചെയ്യുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ എന്ന പേരിൽ പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ വെൽകെയർ സാധാരണ വരുമാനക്കാരായ പ്രവാസികൾക്ക് സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ സാഹോദര്യ ഈദ് ലഞ്ച് ഒരുക്കി ഈദ് ദിനത്തെ വ്യത്യസ്തമാക്കുന്നു. ആഘോഷ ദിനങ്ങളോടനുബന്ധിച്ച് ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകട്ടെ എന്ന തലക്കെട്ടിൽ വെൽകെയർ മുൻ വർഷങ്ങളിലും നടത്തിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് പരിപാടി ഒരുക്കുക. പ്രവാസികൾക്കിടയിൽ സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും ഐക്യവും ഒരുമയും വളർത്തുക എന്നതാണ് സാഹോദര്യ ഈദ് ലഞ്ചിലൂടെ വെൽകെയർ ലക്ഷ്യം വെക്കുന്നത്. സാഹോദര്യ ഈദ് ലഞ്ചുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും 36703663 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം അറിയിച്ചു. KMCC ബഹ്റൈൻ സൗത്ത് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച സൗത്തേൺ ബ്രീസ് ഫെസ്റ്റ് 2025 മനാമ KMCC ഓഫീസിൽ നടന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ബഹ്റൈനിലെ KMCC പ്രവർത്തകരുടെയും കുടുംബങ്ങളുടെയും വൻ പങ്കാളിത്തം ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു. വനിതകളുടെ പായസ മത്സരം, കുട്ടികളുടെ ചിത്രരചനാ മത്സരം, മാപ്പിളപ്പാട്ട് മത്സരം, വിവിധ കലാപ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. സമാപന സംഗമം KMCC സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് സോൺ പ്രസിഡന്റ് സഹിൽ തൊടുപുഴ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രഭാഷണം നടത്തിയ വേൾഡ് KMCC സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത അസൈനാർ കളത്തിങ്കലിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഫൈസൽ കൊട്ടപ്പള്ളി, ട്രഷറർ KP മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, CH സെന്റർ ജനറൽ കൺവീനർ റഷീദ് ആറ്റൂർ എന്നിവർ ആശംസകൾ നേർന്നു. സൗത്ത് സോൺ KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി അൻസിഫ് അലി കൊടുങ്ങല്ലൂർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ യൂസഫ് ഷാ വടുതല, വൈസ് ചെയർമാൻ ഷഫീഖ് കവിയൂർ, സൗത്ത് സോൺ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനിതാ വിംഗ് നേതാക്കൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ ബഹ്റൈൻ KMCC സൗത്ത് സോൺ ജനറൽ സെക്രട്ടറി TK റാഷിദ് സ്വാഗതവും പ്രഷറർ ഖലീൽ വെട്ടിക്കട്ടിരി നന്ദിയും രേഖപ്പെടുത്തി. ഇന്ത്യൻ ക്ലബ് മെയ്ക്വീൻ 2025 മിഷേൽ ഡിസൂസ തിരഞ്ഞെടുക്കപ്പെട്ടു. വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന ആവേശകരമായ മത്സരത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ് മെയ്ക്വീനായി മിഷേൽ ഡിസൂസയെ തിരഞ്ഞെടുത്തു. ഫസ്റ്റ് റണ്ണറപ്പ് ഫെറിൽ റോഡ്രിഗസ്, സെക്കൻഡ് റണ്ണറപ്പ് മുസ്കാൻ ഭാർഗവ്, ബെസ്റ്റ് സ്മൈൽ അനൌഷ്ക രാജ്വാഡെ, ബെസ്റ്റ് വാക്ക് ഫെറിൽ റോഡ്രിഗസ്, ബെസ്റ്റ് ഹെയർ ഡോക്ടർ മിഷേൽ ഡിസൂസ എന്നിവർക്കും ലഭിച്ചു. വിജയികൾക്ക് ഇന്ത്യൻ ക്ലബ് BFC മെയ്ക്വീൻ കിരീടവും ക്യാഷ് പ്രൈസും ജോയി ആലുക്കാസ് സ്പോൺസർ ചെയ്ത ഡയമണ്ട് പെൻഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളും ലഭിച്ചു. മാഡം നദാൽ അബ്ദുള്ള അലലവായ് മുഖ്യ അതിഥിയായ പരിപാടിയിൽ ഇന്ത്യൻ ക്ലബ് കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്തു. ഓറിയൻസ് അക്കാദമിയിൽ നിന്നുള്ള ആർത്തി നൃത്ത സംവിധാനം നിർവഹിച്ച 14 മത്സരാർത്ഥികളും അവതരിപ്പിച്ച നൃത്ത പ്രകടനത്തോടെയാണ് ഷോ ആരംഭിച്ചത്. തുടർന്ന് കാഷ്വൽ വെയർ, പാർട്ടി വെയർ റൌണ്ട്, എത്നിക് വെയർ റൌണ്ട് എന്നിവയും നടന്നു. നൃത്ത സംവിധായകൻ അസർ സിയയാണ് ഗ്രൂമിംഗ് സെഷനുകളിൽ മത്സരാർത്ഥികളെ സജ്ജമാക്കിയത്. റാം വാക്കിന് പുറമെ ഫീനിക്സ് അവഞ്ചേഴ്സ്, ഔര ഔറിയൻസ്, റിഥം D+ സ്ക്വാഡ്, ബെല്ലി ഡാൻസ്, ഡാസ്ലിംഗ് സ്റ്റാർസ് ടീം, IIPA താരങ് ടീം എന്നിവയുൾപ്പെടെ പ്രൊഫഷണൽ കലാകാരന്മാരുടെയും ഡാൻസ് ഗ്രൂപ്പുകളുടെയും പെർഫോമൻസുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. ബഹ്റൈൻ ഫിനാൻസ് കമ്പനി സ്പോൺസർ ചെയ്ത ഷോയ്ക്ക് നേതൃത്വം നൽകിയത് ആഫ്രിക്കൻ ഈസ്റ്റേണും നൂറിൻ ഫാഷൻസും ചേർന്നാണ്. ഇത്തരമൊരു സൗന്ദര്യ മത്സര പരിപാടി നടത്തുന്നതിന് പിന്തുണയും അനുമതിയും നൽകിയതിന് ഇന്ത്യൻ ക്ലബ് ഉദ്യോഗസ്ഥർ ബഹ്റൈനിലെ മന്ത്രാലയങ്ങളോടും പരിപാടിക്ക് പിന്തുണ നൽകിയ എല്ലാ സ്പോൺസർമാരോടും നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനം IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മനാമ KCT ഹാളിൽ നടന്ന ചടങ്ങിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിമിർ തോമസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗന്യൂട്ട് നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ച് പുഷ്പാർച്ചനയും നടന്നു. ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദേശീയ ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, IYCC ബഹ്റൈൻ മുൻ ദേശീയ പ്രസിഡന്റുമാരായ ഫാസിൽ വട്ടോളി, ജിതിൻ പരിയാരം, സാമൂഹ്യ പ്രവർത്തകൻ മുഹമ്മദ് മൻഷീർ, വനിതാവേദി കോർഡിനേറ്റർ മുബീന മൻഷീർ, മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അനീഷ് ഭോപ്പാൽ, ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TP, ബുദയ്യ ഏരിയ പ്രസിഡന്റ് അഷ്റഫ് EK എന്നിവർ സംസാരിച്ചു.
മാനവികതാ സാംസ്കാരിക കൗൺസിൽ ബഹ്റൈൻ മേഖല അൽ ഹിലാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതിലെയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. മാനവികതാ സാംസ്കാരിക കൗൺസിൽ ബഹ്റൈൻ മേഖല പ്രതിനിധികളായ മന്ന അലി, എഞ്ചിനീയർ ഹബീബുള്ള, ഷക്കീല, മറ്റംഗങ്ങൾ സയ്യിദ് ഹനീഫ്, വല്ലം ബഷീർ എന്നിവരും ക്യാമ്പിൽ പങ്കെടുത്തു. മർക്കസ് ബഹ്റൈൻ ചാപ്റ്റർ ഡയറക്ടറേറ്റ് പുനഃസംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം പ്രസിഡന്റ്, അബ്ദുൾ റഹീം സഖാഫി വരവൂർ ജനറൽ സെക്രട്ടറി, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ ഫിനാൻസ് സെക്രട്ടറി എന്നിവരാണ് പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവിധ ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികളെയും ക്യാബിനറ്റ് അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു. മർക്കസ് PRO മൻസൂഖ് സയ്യിദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചാപ്റ്റർ ജനറൽ കൌൺസിൽ ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹീം സഖാഫി, അബ്ദുൾ റസാഖ് ഹാജി, ഷംസു മാമ്പ, ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ വിവിധ സമിതി റിപ്പോർട്ടുകളും അബ്ദുൾ സഖാഫി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഉസ്മാൻ സഖാഫി തളിപ്പറമ്പ്, റഫീഖ് ലത്തീഫി വരവൂർ, ഷമീർ പന്നൂർ, PM സുലൈമാൻ ഹാജി എന്നിവർ ആശംസകൾ നേർന്നു. അബ്ദുൾ റഹീം സഖാഫി സ്വാഗതവും ഷംസുദ്ദീൻ സഖാഫി നന്ദിയും രേഖപ്പെടുത്തി. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി മേടനിലാവ് 2025 എന്ന പേരിൽ ഈ വർഷത്തെ വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. സഗയ അപ്പാപ്പൻസ് പാർട്ടി ഹാളിൽ നടന്ന പരിപാടിയിൽ 200ഓളം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് സിബിൻ സലിം അധ്യക്ഷനായ ചടങ്ങിൽ രക്ഷാധികാരി അലക്സ് ബേബി ഭദ്രദീപം കൊളുത്തി മേടനിലാവ് ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതവും ട്രഷറർ ബോണി മുളപ്പാംപള്ളിയിൽ നന്ദിയും രേഖപ്പെടുത്തി. ലോക കേരള സഭാംഗവും വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് മെമ്പറുമായ ജേക്കബ് മാത്യു, വിഭാഗം സെക്രട്ടറി ദീപക് തണൽ, ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപ് എന്നിവർ ആശംസകൾ നേർന്നു. വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. മേടനിലാവ് കൺവീനർ സന്തോഷ് ബാബു നേതൃത്വം നൽകി. അനുഷ, സന്തോഷ് ബാബു, ഗിരീഷ് ബാബു എന്നിവർ അവതാരകരായി. വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, ലേഡീസ് വിംഗ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. ഈ വർഷത്തെ CBSE സ്കൂൾ ബഹ്റൈൻ ക്ലസ്റ്റർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ അണ്ടർ-19 ബോയ്സ് വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ ടീം ചാമ്പ്യന്മാരായി. കൂടാതെ ഇന്ത്യൻ സ്കൂളിന്റെ അണ്ടർ-19 ഗേൾസ് ടീം റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി. വിജയിച്ച ടീമുകളിൽ പ്രണവ് നായർ, സായി ശ്രീനിവാസ്, അലൻ ഈപ്പൻ തോമസ്, ശ്രീയ പത്മനാഭൻ, സുധീരൻ എന്നിവർ ഉൾപ്പെടുന്നു. മറ്റു വിഭാഗങ്ങളിലും ഇന്ത്യൻ സ്കൂൾ പ്രശംസനീയമായ മികവ് പുലർത്തി. അണ്ടർ-17, അണ്ടർ-14 വിഭാഗങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ ആൺകുട്ടികളുടെ ടീമുകൾ 2ാം സ്ഥാനം നേടി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ശ്രീധർ ശിവായസ് എന്നിവർ ജേതാക്കൾക്കും പരിശീലകൻ അനൂപ് ജിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം ഇൻഡോർ ഗെയിംസ് നടത്തുന്ന BKS ഓപ്പൺ ജൂനിയർ സീനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരങ്ങളോടെ സമാപിക്കും. ബഹ്റൈനിൽ തന്നെ ഏറ്റവും അധികം കളിക്കാർ പങ്കെടുത്ത ടൂർണമെന്റ് എന്ന നേട്ടവുമായാണ് മത്സരങ്ങൾ സമാപിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള സിംഗിൾസ്, ഡബിൾസ്, പുരുഷന്മാർക്കും വനിതകൾക്കും വേണ്ടിയുള്ള ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നിവയ്ക്ക് പുറമെ മാസ്റ്റേഴ്സ് ഡബിൾ, ജംബിൾ ഡബിൾസ് എന്നിങ്ങനെ 45ഓളം ഇനങ്ങളിലായി നടന്ന 500 മത്സരങ്ങളിലായി 400-ലധികം കളിക്കാരാണ് ഒരാഴ്ച നീണ്ടുനിന്ന ടൂർണമെന്റിൽ പങ്കെടുത്തത്. ബഹ്റൈനിൽ ഇതാദ്യമായാണ് ഇത്രയധികം കളിക്കാരുടെയും കാണികളുടെയും പങ്കാളിത്തത്തോടെ ഒരു ടൂർണമെന്റ് നടക്കുന്നതെന്ന് ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദം പറഞ്ഞു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ പ്രതിഭ സംഘടിപ്പിച്ച സോക്കർ കപ്പ് സീസൺ 3-ൽ ഗ്രീൻ സ്റ്റാർ ബോയ്സ് ബഹ്റൈൻ ജേതാക്കളായി. അൽ അഹ്ലി ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കൊണ്ടോട്ടി FC KMCCയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് GSBFC ജേതാക്കളായത്. പ്രതിഭ കായികവേദി ബഹ്റൈൻ KFAയുമായി കൂടി ചേർന്ന് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 16 ടീമുകൾ പങ്കെടുത്തു. GFSBFCയുടെ അജ്മൽ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോറർ, മാൻ ഓഫ് ദി മാച്ച്, ഫസ്റ്റ് ഗോൾ ഫോർ ദി ഫൈനൽ എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹനായപ്പോൾ GSBFCയുടെ തന്നെ ഷിബിൻ ബെസ്റ്റ് ഡിഫൻഡറായും കൊണ്ടോട്ടി FC KMCCയുടെ പ്രജിത്ത് മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫൈനൽ മത്സരത്തിന് ശേഷം നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി പ്രതിഭ മുഖ്യ രക്ഷാധികാരി P. ശ്രീജിത്തും പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാലയും ചേർന്ന് കൈമാറി. വിജയികൾക്കുള്ള ക്യാഷ് വൗച്ചർ പ്രതിഭ രക്ഷാധികാരി കമ്മിറ്റി അംഗം സുബൈർ കണ്ണൂർ കൈമാറി. റണ്ണറപ്പ് ട്രോഫി KFA സെക്രട്ടറി സജാദ് സുലൈമാനും പ്രസിഡന്റ് അർഷാദ് അഹമ്മദും ക്യാഷ് വൗച്ചർ പ്രതിഭ രക്ഷാധികാരി കമ്മിറ്റി അംഗം CV നാരായണനും സമ്മാനിച്ചു. ടൂർണമെന്റിലുടനീളം നല്ല പ്രകടനം കാഴ്ചവെച്ച ടീമിനുള്ള ഫെയർ പ്ലേ അവാർഡ് സെൻട്രൽ FC കാലിക്കറ്റിന് പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ കൈമാറി. മറ്റു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സമ്മാനങ്ങൾ പ്രതിഭയുടെ രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കായികവേദി അംഗങ്ങൾ, സംഘാടക സമിതി അംഗങ്ങൾ, പ്രതിഭ വനിതാവേദി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കൈമാറി. സോക്കർ കപ്പ് സീസൺ 3-യുടെ മുഖ്യ സ്പോൺസർമാരായ ഫർസാന ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ രശ്മി രാമചന്ദ്രൻ, മഹേഷ് യോഗിദാസൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് കായികവേദി ജോയിന്റ് കൺവീനർ ഷർമിള നന്ദി രേഖപ്പെടുത്തി. ഈ വർഷത്തെ CBSE സ്കൂൾ ക്ലസ്റ്റർ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂൾ മികച്ച വിജയം നേടി. മത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ അണ്ടർ 14 ആൺകുട്ടികളുടെ ടീം ചാമ്പ്യന്മാരായി. ജോഷ്വ ചെറി, ക്രിഷ് പരീഖ്, അർജുൻ രാഹുൽ, വാരിദ് അഹമ്മദ് എന്നിവരടങ്ങുന്ന ടീമാണ് ജേതാക്കളായത്. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വിരാജ പാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VA പളനിസ്വാമി, കായിക വകുപ്പ് മേധാവി ശ്രീധർ ശിവയസ് എന്നിവർ വിജയികൾക്കും പരിശീലകനായ വിജയൻ നായർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.